ഓക്കെ, ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് തന്നെ നമുക്കൊരു സിമ്പിളായിട്ടുള്ള പ്രോബ്ലം നോക്കാം. ഓക്കെ, ഇഫ് എക്സ് ഈസ് ദ യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾസ് വിത്ത് മീൻ 1 ആൻഡ് വേരിയൻസ് 4/3, ഫൈൻഡ് പി ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ 0. ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വേരിയൻസും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്ത് തുടങ്ങാം. മീൻ എന്ന് പറഞ്ഞാൽ മീൻ എന്താണ്? യൂണിഫോം ഡിസ്ട്രിബ്യൂഷന് മീനിൻ്റെ ഇക്വേഷൻ എന്താണ്? a+b/2 അല്ലേ. അത് ഈക്വൽ ടു എന്താണ്? 1 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ വേരിയൻസ് എന്താണ്? വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്താ? ഓക്കെ, വേരിയൻസ് ഈക്വൽ ടു b - a all square divided by 12 ഈക്വൽ ടു 4/3 എന്നും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന്, അതായത് രണ്ട് കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടും? a+b ഈക്വൽ ടു 2, അതായത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താണ് ഒരു ഇക്വേഷൻ കിട്ടി. അതുപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് ഒരു കിട്ടും. ഓക്കെ, ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അങ്ങോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ b - a ഹോൾ സ്ക്വയർ ഈക്വൽ ടു 12 ഇൻറ്റു 4/3. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതൊന്നും കട്ടാവും. അപ്പോൾ അവിടെ എന്ത് വരും? 4 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത്? b - a ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 സ്ക്വയർ എന്ന് വരും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും b - a ഈക്വൽ ടു എന്ത് വരും? 4 എന്ന് വരും. അതായത് പ്ലസ് ഓർ -4 എന്ന് വരും. ഓക്കെ, പക്ഷേ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അപ്പർ ലിമിറ്റും എ എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റുമാണ് വരുന്നത്. ദർഫോർ നമുക്ക് ഒരിക്കലും b - a ഒരു നെഗറ്റീവ് വാല്യൂ കിട്ടില്ല. ഓക്കെ, ബി എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റും എ എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റും ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ, അതായത് ഡിഫറൻസ് ഒരിക്കലും എന്താവില്ല, ഒരു നെഗറ്റീവ് വാല്യൂ ആവില്ല. അതുകൊണ്ട് b - a എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്തായിരിക്കും? 4 ആയിരിക്കും. ഓക്കെ, ഓർത്തിരിക്കുക. b - a അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആയതുകൊണ്ട് അതൊരു നെഗറ്റീവ് വാല്യൂ വരില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? b - a ഒരു പോസിറ്റീവ് വാല്യൂ ആണ് കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് നമ്മൾ b - a ഈക്വൽ ടു 4 എടുക്കും. ഓക്കെ, b - a നോട്ട് നെഗറ്റീവ് വാല്യൂ. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ 4 എന്ന് കിട്ടും. ഇനി നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും, ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. നമുക്കിത് രണ്ട് സോൾവ് ചെയ്യാം. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ ഇത് തമ്മിൽ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 ചെയ്യും. അപ്പം 1 + 2 ചെയ്യുമ്പോൾ എന്താണ്? എയും എയും കട്ടാവും. അപ്പം 2b ഈക്വൽ ടു 2 + 4, അതായത് 6. അപ്പം b ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഇനി അടുത്തത് എന്താ? നമ്മൾ ഈ ഇക്വേഷനിലേക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇതിൽ നമുക്ക് വാല്യൂസ് പുട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൽ വാല്യൂസ് ഇതിൽ ബീൻ്റെ വാല്യൂ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ a ഈക്വൽ ടു, ഓക്കെ, ഇവിടെ നിന്ന് ഇതിൽ ഈ ഇക്വേഷനിലോ അല്ലെങ്കിൽ മുകളിലത്തെ ഇക്വേഷനിലോ രണ്ടിലേതെങ്കിലും ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? എൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് പുട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ 1 കൊടുക്കുകയാണ് ബീൻ്റെ വാല്യൂ. ഓക്കെ, ബീൻ്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത്, ഇവിടെ a ഈക്വൽ ടു 2 - b എന്ന് വരും. അതായത് 2 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു -1. ഓക്കെ, -1 എന്ന് വരും. അതായത് എൻ്റെ വാല്യൂ -1. അപ്പോൾ നമുക്ക് ലിമിറ്റ് കിട്ടിയത് -1നും 3ൻ്റെ അടുക്കാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ യൂണിഫോം ഫംഗ്ഷൻ ഏതിൻ്റെ അടുക്കാണ്? -1നും, ഇവിടെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഏതിൻ്റെയൊക്കെ അടുക്കാണ്? -1നും 3ൻ്റെ അടുക്കാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, a ആൻഡ് b. ഇനി നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? പി ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ 0 ആകുമ്പോഴുള്ള വാല്യൂസാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പി ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ 0. അപ്പോൾ പി ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ 0 എന്നുള്ള കേസ് കാണണമെങ്കിൽ അതിന് ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ഇൻ്റർവെല്ലിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കാണണം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? 1/b - a അല്ലേ വരുന്നത്. അപ്പോൾ 3 - -1. ഓക്കെ, 3 - -1. ഓക്കെ, equal
ഈക്വൽ ടു എന്താ 1/4 എന്ന് വരും. അത് ഏത് ഇൻ്റർവെല്ലിൽ മാത്രമാണ്? -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതർവൈസ് എന്താണ്? 0 ആണ് വരിക. നമ്മളുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അതിൽ ജസ്റ്റ് എൻ്റെയും ബിൻ്റെയും വാല്യൂ നമ്മൾ പുട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഇനി നമ്മളോട് അപ്പം നമുക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ കിട്ടി. ഇനി നമുക്ക് എന്താണ് നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് പി ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ 0 ആകുമ്പോഴുള്ള വാല്യൂ എന്താണ്? ഓക്കെ, അപ്പോൾ ലെസ് ദാൻ 0 ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ വരെ ഇതിൻ്റെ ലിമിറ്റ് എന്താ വരിക? -1ൻ്റെയും -1നും 3ക്കും ഇടക്കാണ് എന്ത് വരുന്നത്? നമ്മളുടെ f(x) വരുന്നത്. അപ്പോൾ പക്ഷേ ഇവിടെ നമ്മളോട് 0-നേക്കാൾ താഴെ അപ്പോൾ എന്ന് പറഞ്ഞാൽ -1 തൊട്ട് 0 വരെ കണ്ടാൽ മതി അല്ലേ? ഇതിൻ്റെ ഇടയ്ക്ക് വാല്യൂ ഉള്ളൂ. അല്ലാത്ത കേസിലൊക്കെ എന്താണ് f(x) 0 ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൽ -1നും 0നും ഇടയ്ക്ക് മാത്രം 0നും ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ -1 വരെ ഉള്ളത്. ബാക്കിയുള്ള എല്ലാ ലെസ് ദാനുള്ള കേസിലും എന്താണ് 0 ആണ് f(x)ൻ്റെ വരുന്നത്. അപ്പോൾ നമ്മളത് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇവിടെ ഇൻറ്റഗ്രേഷൻ എന്തായിട്ട് മാറും? -1 to 0 വരും. ഓക്കെ, f(x) dx. ഇവിടെ ഇൻറ്റഗ്രേഷൻ -1 to 1 1/4 dx എന്ന് വരും. ഓക്കെ, അപ്പം 1/4 ഇൻറ്റഗ്രേഷൻ -1 to 1/4 ഉള്ള dx വരും. ഓക്കെ, ഇതിൻ്റെ എന്താ 1/4 x വരും. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുക. 0 -1. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ 1/4 0 -1 ലോവർ ലിമിറ്റ് അല്ലേ? ഇങ്ങനെയല്ലേ വരിക. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടും? 1/4 എന്നെല്ലാം കിട്ടും. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, f(x) ലെസ് ദാൻ എന്നുള്ളതിൻ്റെ ആൻസർ ഇങ്ങനെയാണ് വരിക. 3ൻ്റെ ഇടയ്ക്ക് ഇത് എവിടെ എന്ന് പറഞ്ഞാൽ -1നും 3ൻ്റെ ഇടയ്ക്കാണ് വരിക. അപ്പോൾ നമ്മൾ -1 to 0 കൺസിഡർ ചെയ്താൽ മതി ലെസ് ദാൻ 0 എന്ന് പറയുന്ന കേസിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇൻറ്റഗ്രേഷൻ ചെയ്തു നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടി. ഈ പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഇനി നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ തന്നെ വേറൊരു പ്രോബ്ലം കൂടി നമുക്ക് കൺസിഡർ ചെയ്യാം. നോക്കാം, ഇതാണ് പ്രോബ്ലം. എ റാൻഡം വേരിയബിൾ x has a uniform distribution -3 interval -3, -3. Compute the p of x is less than 2. And second question, p of mod x is less than 2. And third question, p of x is x minus 2 is less than 2. Okay, less than 2. Find k for which p of x is greater than k equal to 1/3. ഇത്രയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇൻ്റർവെല് മാത്രമേ തന്നിട്ടുള്ളൂ. 3യും -3യും 3ൻ്റെ അടുക്കാണ്. അപ്പം നമുക്ക് f(x) എഴുതി തുടങ്ങാം. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഴുതാം. ഓക്കെ, f(x) ഈക്വൽ ടു എന്താ വരിക? ഇവിടെ അപ്പർ ലിമിറ്റ് -1/3 -3. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ -3 എന്ന് പറഞ്ഞാൽ 6 അല്ലേ? അപ്പോൾ 6 വരും ഇവിടെ. ഓക്കെ, അപ്പം 6 ഇതിൻ്റെ ഇൻ്റർവെല്ലിൽ -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 എന്നുള്ള ഇൻ്റർവെല്ലിൽ. അതർവൈസ് എന്താ വാല്യൂ? 0. ഓക്കെ, അപ്പം നമുക്ക് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ കിട്ടി. ഇനി നമ്മൾക്ക് ഓരോ ക്വസ്റ്റ്യൻ പാർട്ട് എടുക്കാം. പി ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ 2. അപ്പോൾ ലെസ് ദാൻ 2 ആകുമ്പോൾ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് ഇത് ഇൻ്റർവെല്ലിൽ എത്ര വരുന്നത്? -3നും 3ക്കും ഇടയ്ക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ -3ൻ്റെ ഇടയ്ക്കേ വാല്യൂ ഉള്ളൂ. അപ്പോൾ -3 തൊട്ട് 2 വരെ അല്ലേ? അപ്പോൾ നമുക്ക് ഇൻറ്റഗ്രേഷൻ എന്ത് വരും? -3 തൊട്ട് 2 വരെ. ഓക്കെ, ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ എന്താ? -3 തൊട്ട് 2 വരെ. ഓക്കെ, അപ്പം -3 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വാല്യൂ ഇല്ല. അതുകൊണ്ട് -3 തൊട്ട് 2 വരെ f(x) dx. ഓക്കെ, f(x)ൻ്റെ വാല്യൂ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ 1/6 ആണ്. അപ്പോൾ ഇൻറ്റഗ്രേഷൻ -3 to 2 1/6 dx. ഓക്കെ, dx ഇൻറ്റഗ്രേഷൻ വാല്യൂ 1/6 x. ഓക്കെ, x ആണ് വരിക dxൻ്റെ ഇൻറ്റഗ്രേഷൻ. അപ്പം x അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ്. 1/6 2 -3 അല്ലേ? അപ്പം എന്നാൽ അവിടെ എന്ത് വരും? -+ ആവും. അപ്പം 5/6.
ഓക്കെ 5/6 ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇത് ചെയ്യാൻ. ഇനി നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ എന്താ നമുക്ക് ചോദിച്ചിരിക്കുന്നത് പി ഓഫ് മോഡ് എക്സ് ഈസ് ലെസ് ദാൻ 2 അല്ലേ. മോഡ് എക്സ് ഈസ് ലെസ് ദാൻ 2 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം സെക്കൻഡ് പി ഓഫ് മോഡ് എക്സ് ഈസ് ലെസ് ദാൻ 2. അത് മോഡ് എക്സ് ഈസ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? എക്സിൻ്റെ വാല്യൂ -2നെയും 2ൻ്റെ അടുക്കാണെന്നാണ്. അപ്പോൾ ഓർത്തിരിക്കണം, എക്സിൻ്റെ വാല്യൂ -2നും 2നും അടുക്കാണ് വരുന്നത്. അപ്പം എക്സിൻ്റെ വാല്യൂ -2നും 2 മോഡ് എന്ന് പറഞ്ഞാൽ അപ്പം അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഒരേപോലെ കൺസിഡർ ചെയ്യണം കേട്ടോ. അപ്പം എന്ന് പറഞ്ഞാൽ പി ഓഫ് -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 എന്ന് വരും. ഈ മോഡ് എക്സിൻ്റെ എഫക്റ്റാണ്. -2ൻ്റെയും 2ൻ്റെയും ഇടക്കാണ് എക്സിൻ്റെ വാല്യൂ വരും, മോഡ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നമുക്കറിയാം നമ്മളുടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? -3ൻ്റെയും 3ൻ്റെ ഇടക്കാണ്. അപ്പം -2 to 2 എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു ഇൻ്റർവെല്ലിൽ ഇൻക്ലൂഡഡ് അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ ജസ്റ്റ് ഇൻ്റഗ്രേഷൻ ചെയ്താൽ മതി. ഇൻ്റഗ്രേഷൻ -2 to 2 1 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ നമ്മൾ എഴുതാം. അപ്പോൾ 1/6 ഇൻറ്റു ഡി എക്സ് അല്ലേ. അപ്പം 1/6 ഇൻറ്റു ഡി എക്സിൻ്റെ വാല്യൂ അറിയില്ല അല്ലേ. അപ്പം എന്ന് പറഞ്ഞാൽ എക്സ് വരും. അപ്പം അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. ഓക്കെ, അപ്പം 1/6 ഇവിടെ 2 -2 അല്ലേ. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ 4/6. അപ്പോൾ 4നും 6നും 2 കട്ട് ചെയ്യും. അപ്പോൾ 2 ഇവിടെ 2/3. ഓക്കെ, അപ്പോൾ നമുക്ക് 2/3 എന്നുള്ള ആൻസർ കിട്ടി. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ വളരെ സിമ്പിളാണ് ചെയ്യാൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? തേർഡ് പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്? പി ഓഫ് മോഡ് എക്സ് -2 മോഡ് ലെസ് ദാൻ 2. നമുക്ക് മോഡിൻ്റെത് അറിയാം. ഇതിൻ്റെ എന്താണോ ഇവിടെ വരുന്ന ലിമിറ്റ് അതിൻ്റെ നെഗറ്റീവ് തൊട്ടിട്ട് പോസിറ്റീവ് വരെയാണ് വരിക. അപ്പം നമ്മൾ അതുപോലെ തന്നെ എഴുതുക. അപ്പം പി ഓഫ് എന്ത് വരും? -2 ലെസ് ദാൻ ഇവിടെ എന്താണോ ഉള്ളത് അതുപോലെ എക്സ് -2 ഓക്കെ ലെസ് ദാൻ 2. ഓക്കെ, ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇവിടെയുള്ള ഈ ഒരു ലിമിറ്റിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഇവിടെ എന്താണോ ഉള്ളത് അത് അതുപോലെ എഴുതുക. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ -2നെ റിമൂവ് ചെയ്യണം. ഈ -2നെ നമുക്ക് ഒഴിവാക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ -2നെ ഒഴിവാക്കുകയാണ് എന്ത്? എല്ലാത്തിൻ്റെ കൂടെയും ഒരു +2 ആഡ് ചെയ്താൽ പോരെ അല്ലേ. -2നെ ഒഴിവാക്കണം, എല്ലാത്തിൻ്റെ കൂടെയും ഒരു +2 ആഡ് ചെയ്താൽ മതി. അപ്പോൾ +2 ആഡ് ചെയ്യുമ്പോൾ എന്താ? -2 +2 വരും ഇവിടെ. അതുപോലെ എക്സ് -2 +2 ഓക്കെ ലെസ് ദാൻ 2 + 2. ഓക്കെ, ഇങ്ങനെയാണ് വരിക. അപ്പം അതെന്ത് വരും? പി ഓഫ് -2 + 2 എന്താ? 0 ലെസ് ദാൻ ഇവിടെ എക്സ് ഓക്കെ എക്സ് അതുപോലെ -2 + 2 0 ആയിപ്പോൾ എക്സ് മാത്രമേ ഉണ്ടാവും. ലെസ് ദാൻ ഇവിടെ 4. ഓക്കെ, അപ്പം നമ്മളുടെ ലിമിറ്റ് ഇവിടെ വരുന്നത് ശ്രദ്ധിക്കണം, 0 to 4 വരെയാണ്. പക്ഷേ നമുക്കറിയാം നമ്മളുടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഈ ഒരു ഇതിൽ നമ്മളുടെ എഫ് ഓഫ് എക്സ് എന്താണ്? -3ക്കും 3ക്കും ഇടയിൽ വരുന്നുള്ളൂ. അതായത് 4 വരെ ഇല്ല. 3 കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എന്താണ്? 0 ആണ് വരുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? 0 തൊട്ടിട്ട് ഇവിടെ 0 to 4 വരെ ഉണ്ട്. പക്ഷെ നമ്മളുടെ ഇതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് 0 തൊട്ട് 4 വരെയാണെന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ എഫ് ഓഫ് എക്സ് എവിടെ വരെയുള്ളൂ? 3 വരെയുള്ളൂ. അപ്പോൾ 0 to 3 വരെ ഇൻ്റഗ്രേഷൻ ചെയ്താൽ മതി. അപ്പം ഇൻ്റഗ്രേഷൻ 0 to 3 എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് വരും. ഓക്കെ, എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ കൊടുക്കുക 0 to 3 1/6 ഡി എക്സ്. ഓക്കെ, ഇനി എന്ന് പറഞ്ഞാൽ 1/6 എക്സ് അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പം ആൻസർ എന്താ? 1/6 3 - 0 അല്ലേ. അപ്പോൾ 3 - 0 1 3/6 എന്ന് വരും. ഒന്ന് 3 കട്ട് ചെയ്ത് 3 രണ്ടിനും കട്ടാകുമ്പോൾ 1/2 ആൻസർ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എന്താണ്? 1/2 ആണ് വരുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് തേർഡ് പാർട്ട് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, തേർഡ് പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് കെ ഫോർ വിച്ച് പി ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ കെ ഈക്വൽ ടു 1/3. അതായത് പി ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ കെ ഈക്വൽ ടു 1/3 ആവുന്ന ഇതിൻ്റെ അതായത് അങ്ങനെ വരുന്ന വാല്യൂ കിട്ടണമെങ്കിൽ കെക്ക് എന്ത് വാല്യൂ ആയിരിക്കണം? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. തേർഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. എന്ത്? പി ഓഫ്
എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ കെ ആണ്, കെ ഈക്വൽ ടു 1/3 ആവണമെങ്കിൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അസ്യൂം ചെയ്യുക കെൻ്റെ വാല്യൂ നമുക്ക് ഏതിൻ്റെ ഇടക്കാണെന്ന് 3ൻ്റെ ഇടക്കാണെന്നുള്ള പോലെ അസ്യൂം ചെയ്യാം. അപ്പോൾ കെ ടു 3 വരെ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ അല്ലേ വരുന്നത്, മാക്സിമം വാല്യൂ എവിടെ വരെ വരുള്ളൂ, 3 വരെ വരുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇൻ്റഗ്രേഷൻ എന്ത് ചെയ്യുക, കെ ടു 3 വരെ എടുക്കുക. ഓക്കെ, എന്നിട്ട് എഫ് ഓഫ് എക്സ് ഡി എക്സ്, അതായത് ഗ്രേറ്റർ ദാൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മേ ബി നമ്മൾ അസ്യൂം ചെയ്യാണ് കെ ഇവിടെയാണ് 3 എന്ന് പറഞ്ഞ പോയിൻ്റ് വേണം. അപ്പോൾ കെ തൊട്ട് 3 വരെ. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് 0 ആണ് എഫ് ഓഫ് എക്സ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് എന്താണ്, നമ്മൾ ഈ ഒരു ഇൻ്റർവെല്ലിൽ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കെ ടു 3 വരെ ഇൻ്റർവെൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1/3. നമ്മൾ ഇൻ്റഗ്രേഷൻ കെ ടു 3 1/6 ആണെന്ന് നമുക്കറിയാം. ഡി എക്സ് ഈക്വൽ ടു 1/3. അപ്പം നമ്മളിവിടെ എന്നാൽ ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താ വരിക, 1/6 എക്സ് അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ്. ഓക്കെ, അപ്പോൾ 1/6 ഇവിടെ എന്ത് വരും, 3 മൈനസ് കെ ഈക്വൽ ടു 1/3. നമ്മൾ 6നെ അങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ എന്ത് വരും, 3 മൈനസ് കെ ഈക്വൽ ടു 6/3 ഈക്വൽ ടു എന്ത് വരും, 2. ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞാൽ കേനെ കിട്ടിയ കേനെ ഇവിടേക്ക് ഈ സൈഡിൽ കൊണ്ടുപോയി 2 ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ 3 മൈനസ് 2 ഈക്വൽ ടു കെ. അപ്പോൾ കെ ഈക്വൽ ടു 1. അപ്പോൾ കെൻ്റെ വാല്യൂ കിട്ടി. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. സോ നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ ഈ ഒരു പാറ്റേണിൽ വേഗം നമുക്ക് ആൻസർ കാണാൻ പറ്റും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ഇനി ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഓക്കെ, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെ ഡയറക്റ്റ് ഫങ്ഷൻ തന്നിട്ടുള്ളതാണ്. ഇനി നമുക്ക് വേറൊരു ടൈപ്പ് പ്രോബ്ലം നോക്കാം. ഓക്കെ, പ്രോബ്ലം ഇതാണ്. 4 buses arrive at a specified stop at a 50 minutes interval starting at 7 a.m. That is, they arrived at 7:15 and 7:30 and 7:45 a.m. Okay, and so on. If a passenger arrived at a stop at a time that is the uniform distribution between the 7 and 7:30 a.m., find the probability that we waited persuasion A less than 5 minutes for a bus, B more than 10 minutes for a bus. Okay, അപ്പം നമുക്ക് പറഞ്ഞാൽ 4 ബസ്സസ് ഉണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, സ്പെസിഫൈഡ് ആയിട്ടുള്ള സ്റ്റോപ്പിൽ 50 മിനിറ്റ്സ് ഇൻ്റർവെല്ലിൽ എന്ത് ചെയ്യും, ഇതിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അതായത് 7 AM തൊട്ടാണ് അതെന്ത് ചെയ്യുന്നത്, ബസ് ഇതിനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്ന് പറഞ്ഞാൽ ഓരോ 7 പിന്നെ എന്ന് പറഞ്ഞാൽ അടുത്ത് 7:15, അതായത് 50 ഇൻ്റർവെല്ലിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. 50 ഇൻ്റർവെൽ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ ബസ്സുകൾ എന്താണ് സ്റ്റോപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്ന് പറഞ്ഞാൽ ഇതെന്താ, ഒരു യൂണിഫോം ആയിട്ടാണ് വരുന്നത്. ഒരു പ്രത്യേക ഒരു സെയിം ഒരു ഇൻ്റർവെല്ലല്ലേ എല്ലാം വരുന്നത്, 50 മിനിറ്റ്സ് ഡിഫറൻസിലാണ് എന്ത് എല്ലാ ബസ്സുകളും വരുന്നത്. അപ്പോൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ, പ്രോബിലിറ്റി ഏതൊക്കെയുണ്ട്, നമ്മൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഏതൊക്കെ ഇൻ്റർവെല്ലാണ്, 7 7:30 AM ഇടയ്ക്കാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈയിടെ 7:30 AM ഇടയ്ക്കല്ലേ വരുന്നത്. അപ്പം ഇവിടെ നമ്മൾ ആ ഒരു ഡിഫറൻസ് മാത്രം കൺസിഡർ ചെയ്യുക. 7 7:30 AM ഇടയ്ക്കാണ് നമുക്ക് എന്ത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എന്നുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഴുതണം. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസഞ്ചർ, അപ്പം നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണ് let x be a random variable, okay, denoting the number of minutes past 7 that the passenger arrives at the bus stop.
ഓക്കെ, അതായത് എക്സ് ഇവിടെ കൺസിഡർ ചെയ്യുന്ന എന്താണ്, നമ്മളുടെ പാസഞ്ചർ നമ്മൾ സ്റ്റോപ്പിൽ അറൈവ് ചെയ്യുമ്പോൾ ഉള്ള ആ മിനിറ്റ്സിനെ കൺസിഡർ ചെയ്യാനാണ് ഇവിടെ നമ്മൾ നമ്പർ ഓഫ് മിനിറ്റ്സിനെ 7 AM തൊട്ടുള്ള നമ്പർ ഓഫ് മിനിറ്റ്സിനെ കൺസിഡർ ചെയ്യുകയാണ് ഇവിടെ എക്സ് ചെയ്യുന്നത്. ഓക്കെ, പാസഞ്ചർ അറൈവ് ചെയ്തതിന് ബസ് സ്റ്റോപ്പിൽ അറൈവ് ചെയ്തതിന് ശേഷമുള്ള നമ്പർ ഓഫ് മിനിറ്റ്സിനെ കൺസിഡർ ചെയ്യുകയാണ് എന്ത് നമ്മൾ റാൻഡം വേരിയബിൾ ആയിട്ടുള്ള എക്സ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഇൻ്റർവെൽ എന്താ നമ്മളോട് പറഞ്ഞു, എന്ത് ക്വസ്റ്റ്യനിൽ ഇപ്പോൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഇൻ്റർവെൽ എന്താ പറഞ്ഞിരിക്കുന്നത്, 7-നും 7:30 AM ആണ്. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇൻ ദ ഇൻ്റർവെൽ എന്താണ്, ഇൻ ദ ഇൻ്റർവെൽ 0 and 30. ഓക്കെ, 0 അതായത് ഞാൻ 7 എടുക്കുന്നില്ല, ആ ഒരു ഡിഫറൻസ് മാത്രമേ എടുക്കുന്നുള്ളൂ 7-നെയും 7:30-നെയും. അപ്പം എന്ന് പറഞ്ഞാൽ 7-ൻ്റെ അവരെത്തുന്നുണ്ടെങ്കിൽ ആ ഒരു 0 എന്നും അതുപോലെ തന്നെ 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുള്ള 30 മിനിറ്റ്സാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 0-നും 30-ക്കും എടുക്കുക. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുള്ള ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, യൂണിഫോം റാൻഡം വേരിയബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് എഫ് ഓഫ് എക്സ് എന്ത് ചെയ്യാം, നമുക്ക് ഇൻ്റർവെൽ കിട്ടിയില്ലേ, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർവെൽ നമുക്ക് എടുക്കാം അല്ലേ. ഇവിടെ 0-നും 30-ക്കും എടുക്കുകയാണ്. ഓക്കെ, 7 കൺസിഡർ ചെയ്തിട്ടില്ല എന്നുള്ളൂ നമ്മൾ, പക്ഷേ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന് വേണ്ടിയിട്ട് എടുക്കുമ്പം നമ്മൾ 7 ഉണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കലി അത് ക്യാൻസലായി പോകും. ഓക്കെ, അപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, അപ്പം ഇവിടെ 1/30 ഇതിന് ഇൻ്റർവെൽ 0 to 7 തൊട്ടിട്ടുള്ള മിനിറ്റ്സിൻ്റെതാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 0 to 30 അതായത് 7 തൊട്ടിട്ടുള്ള മിനിറ്റ്സ്. ഓക്കെ, 7.1 വരുന്ന ലിമിറ്റ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അല്ലാത്ത കേസിൽ അതർവൈസൊക്കെ എന്താണ്, അതർവൈസ് 0 ആയിരിക്കും വാല്യൂ വരുന്നത്. അപ്പോൾ 0-ൻ്റെ 30-ൻ്റെ എടുക്കുക. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ലിമിറ്റ്സൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ തന്നെ ഇവിടെ എന്താ പറയുന്നത്, എ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താ, എ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 5 minutes ഫോർ ഹി വെയിറ്റ്. ഓക്കെ, അപ്പോൾ പറഞ്ഞാൽ ലെസ് ദാൻ 5 minutes. നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ലെസ് ഈ ഇതിൽ നമുക്ക് 5 minutes നമ്മൾ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുന്ന രീതിയിൽ 5 minutesനെക്കാട്ടും കുറവ് ലേറ്റ് ചെയ്യുന്ന രീതിയിൽ പാസഞ്ചർ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ പാസഞ്ചർ ഒരു 5 minutes ശരിക്കും എന്ന് പറഞ്ഞാൽ ഇൻ്റർവെൽ ഏതൊക്കെയാണ്, 7-ന് വരും, പിന്നെ 7 കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാണ് വരുന്നത്, 7:15 പിന്നെ അടുത്ത ബസ് വരുന്നത്. ഓക്കെ, അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഇൻ്റർവെല്ലിൽ വരുന്നുണ്ട്. അപ്പം ആ ഒരു എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യണം, നമുക്ക് വെയിറ്റ് ചെയ്യണം, അവർ ആ ഒരു സമയത്തിൻ്റെ മുമ്പ് എത്തണം അല്ലേ. ഓക്കെ, അപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പാസഞ്ചർ എന്ത് ചെയ്യണം, 5 minutes വെയിറ്റ് ചെയ്യണം. ഓക്കെ, എ പാസഞ്ചർ വിൽ ഹാവ് ടു വെയിറ്റ് ലെസ് ദാൻ 5 minutes. അപ്പം എന്ന് പറഞ്ഞാൽ 5 minutes എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇഫ് ഹി അറൈവ്സ് എന്തായിരിക്കണം, ഒന്നെങ്കിൽ 7:15 ബസ് ഉള്ളത് അല്ലേ. അപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ 5 minutes മുമ്പ്, അപ്പോൾ 7:10 എന്നുള്ള ആ ഒരു ടൈമിൽ നമ്മൾ അറൈവ് ചെയ്യണം. ഓക്കെ, അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഏതൊക്കെ പോസിബിലിറ്റിയാണ് വരുന്നത്, അറൈവ് ചെയ്യണമെങ്കിൽ ഏതൊക്കെ സമയത്തായിരിക്കണം, ബിറ്റ്വീൻ 7. ഓക്കെ, അതുപോലെ ആൻഡ് പിന്നെന്താ വരിക, അപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈമിൽ അതായത് ഈ ഇതിൽ അതായത് ഈ ഒരു സമയത്ത് വന്നിട്ട് അതായത് 7:10 വന്നിട്ട് 7:15 ബസ്സിന് പോവാം. അതായത് 5 minute വെയിറ്റ് ചെയ്ത് അത് 7:10 വന്നിട്ട് നമുക്ക് 7:15 ബസ്സിന് കയറും. അപ്പോൾ നമുക്ക് 7:15 ആവണമെങ്കിൽ എന്താ 5 minutes നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി എന്ന് പറഞ്ഞിട്ട് 5 minutes നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാകുക, 4 buses എന്ത് ചെയ്യുന്നുണ്ട്, ബസ് സ്റ്റോപ്പിൽ വരുന്നുണ്ട്. ഓരോ 50 minutes കഴിയുമ്പോൾ എന്നാണ് ബസ് വരുന്നുണ്ട്. 7-ന് വരുന്നുണ്ട്, 7:15 വരുന്നുണ്ട്, 7:30 വരുന്നുണ്ട്. 15 minutes ഇൻ്റർവെല്ലിൽ ബസ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ,
ഓക്കെ, അപ്പം നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, 7 7:30 ഇൻ്റർവെല്ലുള്ള ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്. അതിൻ്റെ ഇൻ്റർവെല്ലിൽ ഇങ്ങനെയുള്ള ഓരോ പോസിബിൾ കേസുകൾ വരാനുള്ള പ്രോബിലിറ്റി, അതായത് 7 7:30 ഇടയ്ക്കുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, 7 7:30 ആയതുകൊണ്ട് ആ ഇൻ്റർവെല്ലിൽ നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പം നമുക്ക് എന്ത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ ഫംഗ്ഷൻ കിട്ടി, f(x) = 1/30 എന്ന് കിട്ടി. അപ്പോൾ 0നും 30ക്കും എടുക്കുക, അതായത് ആ ഒരു 7:30 മിനിറ്റ്സ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഈ പാസഞ്ചർ വരണം എപ്പോൾ എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ്സ് മിനിമം വെയിറ്റ്, അതായത് ലെസ് ദാൻ വെയിറ്റ് ചെയ്യുന്നത്, 5 മിനിറ്റ്സോ 5 മിനിറ്റ്സിൽ കുറവോ വെയിറ്റ് ചെയ്യുന്ന രീതിയിൽ പാസഞ്ചർ വരാനുള്ള പോസിബിലിറ്റിയാണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, അപ്പോൾ അയാൾ എന്താ A10 വന്നിട്ടുണ്ടെങ്കിൽ A15 ബസ്സിന് കയറാം. ഓക്കെ, ഒരു പോസിബിലിറ്റി അവിടെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ A15 ബസ്സിൽ അപ്പോൾ 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, ഇനി അടുത്തത് എന്താ, അത് 2 പോസിബിലിറ്റി. അപ്പോൾ A15 ബസ്സുണ്ട്, അതേപോലെ 7:30 ബസ്സുണ്ട്. ഓക്കെ, അപ്പോൾ 7:30 ബസ് ഉണ്ടെങ്കിൽ അതിൻ്റെ 5 മിനിറ്റ് മുമ്പ്. ഓക്കെ, അപ്പം ബിറ്റ്വീൻ എന്തെന്നെ 7:25 ആൻഡ് എന്ത് വരും 7:30 ഇടയ്ക്കുള്ളതും വരാം. 2 പോസിബിളാണ്. 7:50 ബസ്സുണ്ട്, 50നും ബസ്സുണ്ട്. അപ്പം ആ ഒരു ടൈമിലും വരാം, ഈ ഒരു പോസിബിൾ കേസ് വരാം. A10നും A15 ഇടയ്ക്ക് വരാം, അതുപോലെ തന്നെ A25 A30 ഇടയ്ക്ക് വരാം. ഓക്കെ, ഈ 2 പോസിബിൾ കേസാണ് വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് 7 എന്നുള്ള നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഈ മിനിറ്റ്സ് മാത്രം, മിനിറ്റ്സാണ് നമ്മൾ എക്സിൽ എടുക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ പോസിബിൾ കേസ് എന്താ വരിക, P of എന്താ 10 ലെസ് ദാൻ x ലെസ് ദാൻ 15. ഓക്കെ, അതുപോലെ പ്ലസ് P of 25 ലെസ് ദാൻ x ലെസ് ദാൻ 30, ഈ ഒരു രീതിയിൽ. ഓക്കെ, അപ്പം ഈ ഒരു കേസ് മനസ്സിലായില്ലേ, അതായത് നമ്മൾ 15 മിനിറ്റ്സിന് ലെസ് ദാൻ വെയിറ്റ് ചെയ്യുന്ന രീതി. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A15 ബസ് ഉണ്ടെങ്കിൽ 5 മിനിറ്റ് മുമ്പ് വരിക. അതുപോലെ A30 ബസ് ഉണ്ടെങ്കിൽ അതിൻ്റെ 5 മിനിറ്റ് മുമ്പ്. അപ്പം A25 വരിക. അപ്പോൾ ഈ പോസിബിൾ കേസുകളാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ എന്തായാലും നമുക്ക് എന്താണ് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അറിയാം. അപ്പോൾ ജസ്റ്റ് ഇൻറ്റഗ്രേഷൻ ചെയ്യുക. ഇൻറ്റഗ്രേഷൻ 10 to 15 f(x) dx പ്ലസ് ഇൻറ്റഗ്രേഷൻ 25 to 30 f(x) dx. ഓക്കെ, അപ്പം f(x)ൻ്റെ വാല്യൂ അറിയാം, 1/30 ആണ്. അപ്പോൾ 1/30 വരും, 1/30. അതുപോലെ ഇൻറ്റഗ്രേഷൻ എന്താ വരിക, 10 to 15 dx വരും. 1/30 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മൾ പുറത്തെടുക്കുന്നു. അതുപോലെ 1/30 ഇൻറ്റഗ്രേഷൻ 25 to 30 dx. ഓക്കെ, അപ്പം നമുക്ക് എന്ത് 1/30 ഇൻറ്റു ഇവിടെ എക്സ് വരും. അപ്പോൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക, പ്ലസ് 1/30 എക്സ് അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും 1/30 ഇൻറ്റു 15 മൈനസ് 10. ഓക്കെ, 15 മൈനസ് 10. അപ്പോൾ 15 മൈനസ് 10 എന്ന് വരും. ഇനി എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ നമുക്ക് അതിൽ പ്ലസ് 1/30 ഇവിടെ എന്ന് പറഞ്ഞാൽ 30 മൈനസ് 25 എന്ന് വരും. അപ്പോൾ ആൻസർ എന്താ വരിക, ഇവിടെ എന്ന് പറഞ്ഞാൽ 5 അല്ലേ, 5/30. ഇവിടെയും അതുപോലെ തന്നെ എന്ത് 5/30. അപ്പോൾ നമ്മൾക്ക് 5/30 5/30 ആഡ് ചെയ്യാം. ഇവിടെ എന്ത് വരും 5/30 പ്ലസ് 5/30. ഓക്കെ, ആൻസർ 5/30 തന്നെ 1/3. ഓക്കെ, 1/3 എന്ന ആൻസർ വരും. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് ഈ പാർട്ട് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഈ പാർട്ട് ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം ബി പാർട്ട് ക്വസ്റ്റ്യനിൽ എന്താ, നമ്മൾ മോർ ദാൻ 10 മിനിറ്റ്സ് ഫോർ എ ബസ്, അതായത് 10 മിനിറ്റിനെക്കാട്ട് കൂടുതൽ, നേരത്തെ എന്തായാലും കുറവായിരുന്നു ചോദിച്ചിരുന്നത്, ഇതിലെന്താണ് കൂടുതലാണ് ചോദിച്ചിരിക്കുന്നത്. 10 മിനിറ്റിനെക്കാട്ടും കൂടുതൽ വെയിറ്റ് ചെയ്യണമെങ്കിൽ, ഓക്കെ, 10 മിനിറ്റിനെക്കാട്ടും കൂടുതൽ വെയിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ
എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ 10 മിനിറ്റിനേക്കാളും കൂടുതൽ വെയിറ്റ് ചെയ്യണമെങ്കിൽ എന്താ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ വരണം അല്ലേ. അതായത് 10 മിനിറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ 7:15 ബസ് വരും. അപ്പം അതിനേക്കാട് 10 മിനിറ്റ് മുമ്പ് എന്ന് പറഞ്ഞാൽ 5:5-നേക്കാട്ടും അതായത് 7:5 എന്ന് വരണം അല്ലേ. 7:05 വരണം. അപ്പം ആ 7:05-നേക്കാട്ടും മുന്നേ വരണം. 7:05 അല്ല അതിൻ്റെ മുമ്പോ. അപ്പം 10 മിനിറ്റ് 10 മിനിറ്റ് കൂടുതൽ വെയിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, 7:05-നേക്കാട്ടും മുമ്പ് വരണം 7:15 ബസ് കിട്ടണമെങ്കിൽ. ഇനി എന്ന് പറഞ്ഞാൽ 7:30 കേസാണെങ്കിലോ സെയിം 7:10 ഇതേപോലെ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്, നമ്മളെ ഇതിൽ മോർ ദാൻ 10 മിനിറ്റ്സ് വരണം. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ 7:05-നേക്കാട്ടും മുമ്പ് വരണം അല്ലേ. അപ്പോൾ ഒരു പോസിബിൾ കേസ് എന്താണ്, നമ്മൾ 7-നും ആൻഡ് 7:05-നും ഇടയ്ക്ക് വരണം. ഓക്കെ. ഇനി അടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമുക്കറിയാം 10 മിനിറ്റ് മുമ്പ്. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്താണ് ഇവിടെ ഇതേതിന് 7:15 ബസ്സിനാണെങ്കിൽ 7:05-നും ഇടയ്ക്ക് വരണം. 10 മിനിറ്റ് എന്നാൽ 10 ഇതിലേക്ക് കുറയ്ക്കുമ്പോൾ എന്തായി 7:05 വരും അല്ലേ. അപ്പം 7:05-നേക്കാട്ടും മുമ്പ് എന്ന് പറഞ്ഞാൽ 7 മണീൻ്റെയും 7:05-ൻ്റെയും ഇടയ്ക്ക് വരണം. അതുപോലെ 7:30-നുള്ള കേസാണെങ്കിലോ ഇവിടെ എന്ന് പറഞ്ഞാൽ 7:20 എന്ന് പറഞ്ഞാൽ 10 കുറയ്ക്കുക. അപ്പം 7:20 അല്ലേ. 20 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 15-ന് ബസ് ഉണ്ട് അല്ലേ. 7:15-ൻ്റെ ബസ് പോയി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് 7:20-നെ എടുക്കുക. ഓക്കെ. അപ്പം ഇതിൻ്റെ എടുക്കുക. അപ്പം ഇന്ന് ഇത്രയും പോസിബിൾ കേസാണ് വരുന്നത്. ഇത് രണ്ടുമാണ് വരുന്നത് അല്ലേ. അപ്പം നമുക്ക് ഇതിൻ്റെ പ്രോബബിലിറ്റി വരുമ്പോൾ എങ്ങനെയാണ്, അപ്പം പ്രോബബിലിറ്റി ഓഫ് ഇവിടെ എന്ന് പറഞ്ഞാൽ 0, 7 എന്ന് പറഞ്ഞാൽ 0 ആയിട്ട് എടുക്കുന്നത്, മിനിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പം x <5. ഓക്കെ. ഇനി നെക്സ്റ്റ് പ്ലസ് എന്താണ് P ഓഫ് 15 x<20. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഇൻ്റഗ്രേഷൻ ചെയ്യുക. ഇൻ്റഗ്രേഷൻ ഓക്കെ. ഇൻ്റഗ്രേഷൻ 0 to 5 f of x dx. ഓക്കെ. പ്ലസ് ഇൻ്റഗ്രേഷൻ 15 to 20 f of x dx. ഓക്കെ. എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ ഇവിടെ 1/30 ആണ് വരിക. 1/30 കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കുക. അപ്പോൾ dx വരും 0 to 5. ഓക്കെ. 1/30 ഇൻ്റഗ്രേഷൻ 15 to 20 dx വരും. ഓക്കെ. അപ്പം നമ്മൾ ഇവിടെ 1/30. ഓക്കെ. എക്സ് അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് 5 and 0 plus 1/30 x 20 and 50. ഓക്കെ. വരുന്നത് ഇവിടെ 5/30 വരും. അതുപോലെ 5/30 വരും. ഓക്കെ. അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് ജസ്റ്റ് കൊടുത്താൽ മതി. 5 - 0. അപ്പോൾ 5 20 - 15 5. അപ്പോൾ ആൻസർ എന്താണ് 5 10. അതായത് ന്യൂമറേറ്റർ സെയിം ആകുമ്പോൾ ന്യൂമറേറ്റർ ആഡ് ചെയ്യാം. അപ്പോൾ 10/30. അപ്പം എന്ന് പറഞ്ഞാൽ 1/3 തന്നെ. ഓക്കെ. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. വളരെ സിമ്പിളാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്, ലെസ് ദാൻ 5 മിനിറ്റ്സ് വരുന്നത്. ഓക്കെ. അപ്പം നമ്മളത് ചെയ്തു. അതായത് 5 മിനിറ്റ്സിൽ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 5 മിനിറ്റ്സ് മിനിമം ഇതിൽ എന്ന് പറഞ്ഞാൽ 5 മിനിറ്റിൽ കുറഞ്ഞ് വെയിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വരും. അപ്പം 7:15 വരുന്ന ബസ്സിന് 5 മിനിറ്റ് മുമ്പ് വരാനുള്ള ചാൻസ്. അപ്പം 7:10 വരിക. അതുപോലെ 7:30 ബസ് കിട്ടണമെങ്കിൽ 7:25 വരുന്ന കേസ്. ഓക്കെ.
ഇനി എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് കൂടുതൽ വെയിറ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ 10 മിനിറ്റ് കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന കേസിൽ നമ്മൾ എന്ത് A15 ബസ്സിനാണെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞ് അതിലും കൂടുതൽ അതിൻ്റെ മുന്നെത്തണം. അപ്പോൾ A15 10 കുറയ്ക്കുമ്പം A5 മുന്നേ വരണം അല്ലേ. അപ്പം Aനും A5 വരുമ്പോഴാണ് ആ ഒരു പോസിബിൾ കേസ് വരുന്നത്. അതുപോലെ A30 കേസ് A15 അതുപോലെ A15 ബസ് പോയി കഴിഞ്ഞിട്ട് A20 ഇടയ്ക്ക് വരുന്ന കേസാണ് വരിക. ഓക്കെ, അപ്പം ഇത്രയാണ് പ്രോബ്ലംസ്. അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും, ചോദിച്ചാൽ മതി.